ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ. ഹൈക്കോടതിയാണ് പരോൾ അനുവദിച്ചത്. സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. സർക്കാർ വാദം പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാരിന് യുക്തമായ വ്യവസ്ഥകൾ ചുമത്താമെന്നും ഹൈക്കോടതി അറിയിച്ചു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ള വ്യവസ്ഥകൾ ചുമത്താമെന്ന് സർക്കാരിന് നിർദ്ദേശം കൂടി ഉണ്ടല്ലോ. ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ. ടോം, ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യവസ്ഥകൾ, കാരണം സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയിൽ വാദിച്ചത്, ഈ പരോളിന് സംബന്ധിയായ കാര്യങ്ങളിൽ വാദിച്ചത് ഇത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്, നിഷ്ഠൂരനായ ഒരു കൊലയാളി, ഇതെല്ലാം തന്നെ അടയാളപ്പെടുത്തി പോയതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് പരോൾ തടയുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പര്യാപ്തമല്ല. അപ്പോൾ സർക്കാരിന് ഇതിൽ പരോൾ അനുവദിക്കേണ്ടതുണ്ട്, ചട്ടപ്രകാരം പരോൾ അനുവദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് വ്യവസ്ഥയാണ് അതിൽ ചുമത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അത് നിർദ്ദേശിക്കാം. അത് പ്രാബല്യത്തിൽ ആയാൽ, അക്കാര്യങ്ങളിലൊരു ധാരണയായാൽ, സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾക്കടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആഭ്യന്തര വകുപ്പുമായിട്ട് ആലോചിച്ച് നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്ക് ആനുപാതികമായി മാത്രമായിരിക്കും പരോൾ അനുവദിക്കുക. അതിൽ ധാരണയായതിനു ശേഷം, അക്കാര്യങ്ങളിൽ ക്രമമായതിനു ശേഷം മാത്രമായിരിക്കും പരോൾ അനുവദിച്ചുകൊണ്ട് ഈ 15 ദിവസത്തെ പരോൾ അനുവദിച്ച് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുക എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. വ്യവസ്ഥകൾ സർക്കാരിനെ നിശ്ചയിക്കാവുന്നതാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ പരോൾ അനുവദിക്കുമ്പോൾ ഈ രീതിയിലുള്ള കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത, കടുത്ത മാനസികാവസ്ഥയിലുള്ള ആളുകൾക്ക് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് വാദമുഖങ്ങളായിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കുറ്റവാളി പുറത്തേക്ക് പരോൾ സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അത് വ്യവസ്ഥകൾ സർക്കാരിനെ നിശ്ചയിക്കാൻ കർശനമായ വ്യവസ്ഥകൾ ഉണ്ടാകും, ഉപാധികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അന്ന് കേസ് നിലനിൽക്കുമ്പോൾ തന്നെയും വലിയ രീതിയിലുള്ള ജനരോഷം ഇയാൾക്കെതിരെയെല്ലാം തന്നെ ഉയർന്നിരുന്നു. അപ്പോൾ അതുകൂടിയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ സർക്കാർ വ്യവസ്ഥകൾ നിശ്ചയിക്കും. അതിന് ആനുപാതികമായിട്ടായിരിക്കും ഈ മുഹമ്മദ് നിഷാമിനെ പുറത്തിറങ്ങാനായിട്ട് സാധിക്കുക. നമുക്കറിയാം 2015 ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഈ കുറ്റകൃത്യം നടന്നത്. ഒരു തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ചന്ദ്രബോസിനെ, അയാളുടെ പാർപ്പിട സമുച്ചയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു, ഇയാളെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നത്. ഗേറ്റ് തുറക്കാൻ താമസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇയാൾ ആഡംബര കാറിടിച്ച് വീഴ്ത്തുകയും അതിനുശേഷം അയാളുടെ ഈ നെഞ്ചിൽ ചവിട്ടി വലിയ രീതിയിലുള്ള ആക്രോശം മുഴക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇതിന് സാക്ഷികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ചന്ദ്രബോസിൻ്റെ വാരിയലുകൾ അടക്കം ഒടിഞ്ഞ ശ്വാസകോശത്തിലടക്കം കയറുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ വന്നു. മാരകമായ രീതിയിൽ അദ്ദേഹത്തിന് മുറിവേൽക്കുകയും താഴത്ത് വീണ വണ്ടി ഇടിയേറ്റ് താഴത്ത് വീണ ഒരാളെയാണ് പിന്നീട് വീണ്ടും ചവിട്ടി മേദിക്കുന്ന രീതിയിലേക്ക് പോയത്. അത്രയ്ക്ക് നിഷ്ഠൂരമായ ഒരു തീർച്ചയായും ഡാനി സൂചിപ്പിച്ചത് അത്രയും നിഷ്ഠൂരമായ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു. ഇവിടെ ഈ മുഹമ്മദ് നിഷാമിന് പരോൾ അനുവദിച്ചാൽ തെറ്റായ സന്ദേശം, സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതേ വാദങ്ങൾ ഷെറിൻ്റെ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനുണ്ടായിരുന്നില്ല. ആ ഷെറിന് ആവശ്യാനുസരണം പരോൾ കൊടുക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിഷാമിൻ്റെ കാര്യത്തിൽ ഇത്തരം ഒരു നിലപാടിലേക്ക് സർക്കാർ പോയത്? കാരണം മുഹമ്മദ് നിഷാം നേരത്തെയും പരോൾ നേടി വിവിധ സമയങ്ങളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തവണ പരോൾ അനുവദിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ, അല്ലെങ്കിൽ സർക്കാർ അത്തരമൊരു വാദങ്ങൾ ഉന്നയിച്ചത്? ഡാനി, ടോം, 2019 നിഷാമിന് പരോൾ അനുവദിക്കുന്നത്. അത് ഉമ്മയുടെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പരോൾ അനുവദിക്കുകയും ചെയ്തത്. ചുരുങ്ങിയ ദിവസത്തെ ഒരു പരോളായിരുന്നു ആ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്തത്. പക്ഷേ ഈ കേസ് വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു. അന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, തീർത്തും ആളുകൾ സ്തംഭിച്ചു പോകുന്ന രീതിയിലുള്ള കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്യുകയും ചെയ്തത്. അതുമാത്രവുമല്ല, ഇനി മുഹമ്മദ് നിഷാമിൻ്റെ ഒരു കഴിഞ്ഞ കാല ചെയ്തികളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഇയാൾ പലപ്പോഴും തന്നെ ഏതാണ്ട് 6 വർഷത്തിനിടെ 16ഓളം കേസുകൾ ഇയാൾ പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ പല രീതിയിലുള്ള കേസുകൾ, പലപ്പോഴും പല സ്വഭാവ വൈകൃതങ്ങൾ തന്നെ ഇയാൾ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
അത് ഒരിക്കൽ വനിതാ എസ് ഐയെ വാഹനത്തിനകത്ത് സ്വന്തം വാഹനത്തിനകത്ത് പരിശോധനയ്ക്ക് വന്നുള്ളൂ അതിനകത്തിട്ട് പൂട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അന്ന് പിന്നീട് വലിയ കേസില്ലാതെ അത് ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് പറയുന്നത്. പോലീസുകാർക്കടക്കം ഇയാളുടെ പ്രവൃത്തിയിൽ നടപടി നേരിടേണ്ടി വന്നു. പല പോലീസുകാരും ഇയാൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഇയാൾ ഈ ഇരുചക്ര വാഹനത്തിൽ അസ്ഥികൂടം വെച്ച് കെട്ടി അതിലെ ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുമ്പോൾ ഇയാൾ സാധാരണ രീതിയിലുള്ള ഒരു കുറ്റവാളിയെ അല്ല. പലപ്പോഴും ഈ മയക്കുമരുന്നിനെല്ലാം തന്നെ അടിപ്പെട്ട ഒരാളാണ് മുഹമ്മദ് നിഷാം എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇയാളുടെ വ്യവസായം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ വ്യക്തതയൊന്നുമില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ഇയാൾ ടാക്സ് അടക്കുന്നതും മറ്റ് വ്യവസായ സ്ഥാപനം എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും തമിഴ്നാട്ടിലാണെന്ന് പറയുന്നു. അങ്ങനെ ഈ അവ്യക്തതകളും ദുരൂഹതകളും എല്ലാം തന്നെ നിറയുന്ന ഒരാളാണ്. കുറ്റകൃത്യങ്ങളുടെ വലിയൊരു പശ്ചാത്തലം ഇയാൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. കാരണം അതൊരു തെറ്റായ സന്ദേശത്തിലേക്ക് അടക്കം പോകുമെന്ന രീതിയിലേക്ക് ഒരു നിലപാടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. എന്നാൽ അത്തരം വ്യവസ്ഥകൾ ഏതാണ്ട് 2016 ജനുവരിയിലായിരുന്നു പിന്നീട് ഈ കോടതി ശിക്ഷ വിധിക്കുന്നത്. തൃശ്ശൂർ സെഷൻ കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നത് 12 വർഷവും പിന്നെ അതുകൂടാതെ 24 വർഷം കഠിന തടവും അടക്കമുള്ള കാര്യങ്ങളാണ് ശിക്ഷയിലേക്ക് വന്നത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കണം എന്നതാണ് പറഞ്ഞത്. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഏതാണ്ട് 9 വർഷം പിന്നിടുമ്പോഴാണ് പിന്നീട് രണ്ടാമതൊരു ഇപ്പോൾ ഒരു പരോളിൻ്റെ കൂടി സാധ്യതയിലേക്ക് വരുന്നത്. ഇപ്പോൾ സർക്കാർ സ്വാഭാവികമായും ഇത് ഇയാളുടെ ഒരു പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്തത്. പക്ഷേ എന്നാലും കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് അത്തരം വാദമുഖങ്ങൾ നിലനിന്നുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇയാൾക്ക് പരോൾ അനുവദിക്കാം, പക്ഷേ അതിലുള്ളൊരു വ്യവസ്ഥകൾ സർക്കാരിന് നിശ്ചയിക്കാമെന്നതാണ്. ഇനി അറിയേണ്ടത് ആ വ്യവസ്ഥകളിൽ സർക്കാർ എത്രമാത്രം കർശനമാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.